ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയ പഴയ വസ്തുക്കൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയത് പ്രശസ്ത സാഹിത്യകാരന്മാരുടെ അപൂർവ കത്തുകൾ. കോഴിക്കോട് പന്താപുരം അരൂർ സ്വദേശി സജീഷ് മുണ്ടക്കലിനാണ് കത്തുകൾ ലഭിച്ചത്. ഉപയോഗശൂന്യമെന്ന് കരുതിയ ആക്രിക്കടയിലേക്ക് തള്ളിയ പഴയ കടലാസുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്നത് മലയാള സാഹിത്യത്തിലെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറും വയലാറും അയ്യപ്പപ്പണിക്കരും തുടങ്ങിയ പ്രതിഭകൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിടപാടുകളാണ് ആക്രിക്കടയിൽ നിന്നും കോഴിക്കോട് നാദാപുരം അരൂർ സ്വദേശി സജീഷ് മുണ്ടക്കലിന് ലഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന് അബുദാബി മലയാളികൾ കൊടുത്ത പ്രശസ്തി പത്രവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കോഴിക്കോടിനടുത്തുള്ള ഒരു ആക്രിക്കടയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ വലിയ ഒരു കത്തിന്റെ ശേഖരം എനിക്ക് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രശംസി പത്രവും ലഭിക്കുകയുണ്ടായി. ഒറിജിനൽ പ്രശംസി പത്രമാണത്. അത് ബഷീറിന്റെ അതിന് അവകാശപ്പെട്ട ആളുകൾ വരികയാണെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കാനും തയ്യാറാണ്. പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരമുണ്ട് അരൂർ സ്വദേശി സജീഷിന്റെ കയ്യിൽ. അപൂർവ താളിയോലകൾ, പകിടകൾ, അളവ് തൂക്കങ്ങൾ, കുർഗ് രാജാവ് ഉപയോഗിച്ച സ്വർണ്ണ നാണയങ്ങൾ, പഴയകാലത്ത് തടവുപുള്ളികളെ പൂട്ടിയ ചങ്ങല എന്നിങ്ങനെ നീളുന്നു ആ അപൂർവ ശേഖരങ്ങൾ. നമ്മുടെ അറിവിന്റെ പുതിയൊരു ലോകം തുറക്കുന്ന വലിയ ഒരു ശേഖരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇത്തരത്തിലുള്ള അമൂല്യമായിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് ഇനി എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ ശേഖരിച്ചു വെക്കുകയും വരുന്ന തലമുറക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. പുരാവസ്തുക്കൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്, പഴമയിലേക്കുള്ള ഇറങ്ങിപ്പോക്ക്. പോയ കാലം ഇങ്ങനെയായിരുന്നെന്ന് പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും ഇത്തരം പുരാവസ്തു ശേഖരങ്ങൾ ഉപകരിക്കും. ജനം, കോഴിക്കോട്.